ഹല്ലേലൂയ. നിയമാവർത്തനം 28 വചനങ്ങൾ എല്ലാ ദിവസവും, നിയമാവർത്തനം 28 1 മുതൽ 14 വരെ വചനങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ വായിക്കണം. വീട്ടിൽ മനപ്പാഠം പഠിച്ചിട്ട് ആ വചനം മൊത്തം അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. നിരന്തരം ആ വചനം വീട്ടിൽ വായിക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹമായിട്ട് മാറും. ദാരിദ്ര്യത്തിൻ്റെ പിശാച് ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ വീട് വിട്ട് പുറത്തു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ വീണ്ടും കാണുന്നു, യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. യാബസ്, ഞാൻ അവനെ വേദനയോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. യാബസിൻ്റെ അമ്മ പറയാണ്, ഞാൻ അവനെ വേദനയോട് പ്രസവിച്ചു, അതുകൊണ്ട് അവനെ യാബസ് എന്ന് വിളിച്ചു. 10-ാമത്തെ വചനം, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 1 ദിനവൃത്താന്തം 4:10. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഈ വചനങ്ങൾ, ഈ ഒരു വചനം 1 ദിനവൃത്താന്തം 4-10. ഈ വചനം സാധിക്കുന്നവർ എല്ലാ ദിവസവും ഒരു 10 തവണയോ 25 തവണയോ ആവർത്തിച്ച് ഒച്ചത്തിൽ പറയണം. വചനം നമ്മൾ പറയുമ്പോൾ ഒച്ചത്തിൽ വചനം പറയുക എന്നുള്ളതാണ്. മൗനമായിട്ട് പറയുന്ന പോലല്ല, ഒച്ചത്തിൽ ഹൃദയത്തിൽ വിശ്വസിച്ച് അതിരം കൊണ്ട് ഒച്ചത്തിൽ പറയുമ്പോഴാണ് വചനം മാംസം ധരിക്കുന്നത്. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. വലതുകരം ഇട്ട് പിടിക്കാവോ? ഒച്ചത്തിൽ പറഞ്ഞേ, അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ദൈവമേ എന്നെ അനുഗ്രഹിച്ച്, എന്നെ അനുഗ്രഹിച്ച്, എന്നെ അനുഗ്രഹിച്ച്, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും, അങ്ങയുടെ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അതിരുകൾ വിസ്തൃതമാവട്ടെ. എല്ലാ അതിരുകളും വിസ്തൃതമാവണം. നിന്റെ ബിസിനസ് വളരണം, നിന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാവണം, വളർച്ച ഉണ്ടാവണം. ഹല്ലേലൂയ. അതിരുകൾ വിസ്തൃതമാവണം. നിനക്ക് 10 സെന്റേ ഉള്ളോ, അധ്വാനിച്ച് ഒരു 10 സെന്റ് മേടിക്കണം. ഹല്ലേലൂയ. അല്ലാതെ 10 സെന്റ് ഉണ്ടെങ്കിൽ 5 സെന്റുള്ള വിറ്റ് കള്ളു കുടിക്കുക എന്നുള്ളതല്ല. 10 സെന്റ് ഉള്ളവൻ 10 മേടിക്കണം. അവനാണ് മിടുക്കൻ എന്ന് ഞാൻ പറയും. ഹല്ലേലൂയ. അതിരുകൾ വിസ്തൃതമാവട്ടെ. ആത്മീയ ജീവിതത്തിൽ കൂടുതൽ അഭിഷേകവും കൃപാവരങ്ങളും നിറഞ്ഞ് നിന്റെ അതിരുകൾ വിസ്തൃതമാവണം. നിന്റെ ശുശ്രൂഷകൾ വിസ്തൃതമാവണം. ആർക്കും നിന്നെ തടഞ്ഞു നിർത്താനായിട്ടാവില്ല. കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്നെ സഹായിക്കാൻ ജീവിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നേ ആർക്കും നിന്നെ തടഞ്ഞു നിർത്താനായിട്ടാവത്തില്ല. ഞാൻ ലക്ഷ്യത്തിലെത്തും. ദൈവം എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഉയർച്ച പ്രാപിക്കും. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. തലമുറ അനുഗ്രഹിക്കപ്പെടും. വിളിക്കുന്ന ഓരോ അപ്പനും അമ്മയും ഇത് വിളിച്ചു പറയണം. അത് പറയണം. ഞങ്ങൾ ഉയർച്ച പ്രാപിക്കും. എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. തലമുറ അനുഗ്രഹിക്കപ്പെടും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാവും. നല്ല ജോലി മക്കൾക്ക് കിട്ടും. വാ തുറന്ന് അനുഗ്രഹത്തിൻ്റെ വാക്കുകളെ പറയാൻ പാടുള്ളൂ. അല്ലാത്ത പറയരുത്. നെഗറ്റീവ് വാക്ക് പറയരുത്. ശരിയാവത്തില്ല.
എങ്ങനെ ശരിയാവാനോ ഒരു മാർഗവുമില്ല. പറയരുത് ഒരു മാർഗമില്ലെങ്കിലും കർത്താവിൻ്റെ കയ്യിൽ മാർഗമുണ്ട്. ഉണ്ടോ? ഉണ്ട്. നമ്മുടെ വിശ്വാസം അതാ, കർത്താവ് വഴി തുറക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ മക്കൾക്ക് നല്ല വിജയമുണ്ടാവും, അവർ നല്ല നിലയിൽ എത്തിച്ചേരും. ഇങ്ങനെ പറയണം മാതാപിതാക്കന്മാർ. കർത്താവേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളണമേ. അതാണ് പ്രാർത്ഥന. ദൈവം ആ പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. ഇനി നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. ഒത്തിരി വചനങ്ങളുണ്ട് സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ട്. സഭാപ്രസംഗിയിലെ ഒരു വചനഭാഗം കൂടി ഞാൻ വായിക്കുന്നു. 5-ാം അധ്യായം സഭാപ്രസംഗി നിങ്ങൾ എല്ലാവരും സമയം പോലെ വായിച്ചു കൊള്ളുക. അവിടെ പറയുന്ന 1-2 കാര്യങ്ങൾ ഇങ്ങനെയാണ്. 17 മുതലുള്ള വചനങ്ങൾ. 17 വചനങ്ങൾ. വ്യർത്ഥ പ്രയത്നം കൊണ്ടും അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അതൃപ്തിയിലും തള്ളി നീക്കിയ ജീവിതം കൊണ്ടും അവന് എന്ത് പ്രയോജനം? ഉണ്ടോ? വ്യർത്ഥ പ്രയത്നം, അന്ധകാരത്തിലും വിലാപത്തിലും ആകുലതയിലും രോഗത്തിലും അസംതൃപ്തിയിലും തള്ളിയ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം? അസംതൃപ്തി, സമാധാനമില്ല, രോഗം, വിലാപം, അന്ധകാരം, തിന്മയുടെ ജീവിതം. ഇതാണോ ജീവിതം? ഒരിക്കലുമല്ല. ദൈവദത്തമായ ഈ ഹ്രസ്വ ജീവിതം മനുഷ്യൻ തിന്നു കുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിയുന്നതാണ് ഉത്തമം. ചിലര് മൊത്തം ലുബ്ധന്മാരാ, ഒന്നും ചെലവാക്കാൻ ജീവിക്കുന്നവരുണ്ട്. ഈ ഹ്രസ്വമായ ജീവിതം വല്ലപ്പോഴും 2 കിലോ ആട്ടിറച്ചിയൊക്കെ മേടിക്കണം. വർഷത്തിൽ ഒരിക്കൽ പോലും 2 കിലോ ആട്ടിറച്ചി മേടിക്കാത്തവരാണ് പല വീട്ടുകാരും. നമ്മുടെ പിള്ളേരെ പലരും ആട്ടിറച്ചി എന്ന് കേട്ടിട്ടേ ഉള്ളൂ, തിന്നിട്ട് പോലും. കല്യാണത്തിന് വല്ലതിനും തിന്നിട്ടേ ഉണ്ടായിരിക്കും. മേടിച്ച് കൊടുക്കണമെന്നേ, വല്ലപ്പോഴൊക്കെ മേടിക്കണം. 2 കിലോ 3 കിലോ ആട്ടിറച്ചിയൊക്കെ മേടിച്ച് വേവിച്ച് പിള്ളേരൊക്കെ കഴിക്കട്ടെ. എന്തിനാ ലുബ്ധിച്ച് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഇതേ വചനം കേട്ടോ, ഇത് ഞാൻ വചനം പറയുന്നത്. ഈ ക്രിസ്തു ജീവിതം മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിക്കുന്നതാണ് ഉത്തമവും യോഗ്യമായി ഞാൻ കണ്ടിട്ടുള്ളത്. ഇതാണ് അവൻ്റെ ഗതി. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവ് നൽകിയത് ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് അവൻ പര്യാകുലനല്ല. കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. നിങ്ങൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ നന്നായിട്ട് സന്തോഷമായിട്ട് വല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ ഒന്ന് ജീവിക്കുന്ന നല്ലതായിരിക്കും കേട്ടോ. പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ അതൊന്നും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. പട്ടിണി കൊണ്ട് മക്കള് വിശന്ന് കിടക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ തെറ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നതാണോ ദൈവം ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന അപ്പന്മാർ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ നമ്മൾ വചനത്തിൽ എന്താ കണ്ടത്? നമ്മൾ ന്യായമായിട്ട് അധ്വാനിച്ച് നമ്മുടെ സമ്പത്ത് കൊണ്ട് ന്യായമായ ഭക്ഷണം കഴിക്കണം, ന്യായമായിട്ട് നല്ല വീട് വേണം, അത്യാവശ്യം നല്ലൊരു മാന്യമായിട്ടൊക്കെ ജീവിക്കണം. അതാ ദൈവത്തിൻ്റെ ആഗ്രഹം. അല്ലാതെ ദാരിദ്ര്യവും പട്ടിണിയും ഒച്ചപ്പാടും ബഹളവും രോഗവും അന്ധകാരവും കുറേ നമ്മൾ കണ്ടില്ലേ? എല്ലാം ബഹളവും, ഒരു സംതൃപ്തി ഇല്ലാത്ത ജീവിതം. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കഷ്ടമാണ്. ഞാനൊരു സംഭവം പറയാം. ഞാൻ കഴിഞ്ഞ ഈ ഡിസംബറിൽ അമേരിക്കയിൽ ധ്യാനമുണ്ടായിരുന്നു. 3 ധ്യാനമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ധ്യാന സമയത്ത് ഒരപ്പച്ചൻ പറഞ്ഞു, ബ്രദറെ എൻ്റെ വീട്ടിൽ വന്ന് ഒന്ന് ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്നെ അവർ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ 25 വർഷമായി വീട് മേടിച്ചിട്ട് ഇന്ന് വരെ ഒരു വചനപ്രഘോഷകർ അച്ഛന്മാരെ ഇവിടെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചു എന്താ കാര്യം? എൻ്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. എൻ്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയാണ്. പക്ഷെ ദൈവത്തിൻ്റെ കാര്യത്തൊന്നും ഒരു താല്പര്യമില്ലാത്തൊരു സ്ത്രീയാണ്. കുമ്പസാരിക്കുന്നത് ഇഷ്ടമല്ല, പള്ളിയിൽ പോകുന്നത് ഇഷ്ടമല്ല, കുർബാന ഇതൊന്നും ഇഷ്ടമല്ലാത്തൊരു സ്ത്രീയാന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെന്നു. ഞാൻ പൊതുവായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, അവർക്കൊരു 80 വയസ്സിന് പ്രായമുണ്ട്, നല്ല ആരോഗ്യതയാണ്, ക്യാൻസറൊക്കെ ബാധിച്ച ആളാണ്, മരുന്നും ട്രീറ്റ്മെൻറ്റൊക്കെ. ഞാൻ ചോദിച്ചു പ്രാർത്ഥിക്കണോ? വേണേ പ്രാർത്ഥിച്ചോളാം. ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അതിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അവർക്കൊരു അനുഭവമില്ല. കരികല്ലെ വെള്ളം ഒഴിക്കുന്ന പോലെ നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു, അത്ര തന്നെ.
ആ ചേട്ടൻ പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ മുറിയിൽ എൻ്റെ ഭാര്യ കിടക്കുന്ന മുറി വന്ന് പ്രാർത്ഥിക്കാമെന്ന് വെച്ചു. ഞാൻ അവിടെ ചെന്നു. മനോഹരമായ മുറി, പ്രാർത്ഥിച്ചു. ആ മുറി അനുഗ്രഹിച്ചു. ബ്രദറെ, ഇത് കണ്ടെന്ന് ചോദിച്ചു. നേരെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട് അന്യദൈവത്തിൻ്റെ ഫോട്ടോയാണ്. അന്യദൈവത്തിൻ്റെ ഫോട്ടോ. ആളാരാണെന്ന് പറയുന്നില്ല ഞാൻ. ഒരു അന്യദൈവത്തിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിരിക്കാം. രാവിലെ ഇത് കണ്ടാണ് ഭാര്യ ഉണരുന്നത്. എടുത്തു മാറ്റാൻ പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അവിടുന്ന് പോയി അപ്സ്റ്റേറിൻ്റെ അവിടെ ചെന്നു. അപ്സ്റ്റേറിൻ്റെ അവിടെ അന്യദൈവത്തിൻ്റെ ഫോട്ടോ. അപ്പച്ചൻ പറഞ്ഞു, ഇത് തൊടാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. മോളിൽ കയറി ചെന്നു. മോളിൽ കയറി ചെന്നപ്പോൾ മകൻ്റെ മുറിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പച്ചൻ നല്ലൊരു മനുഷ്യനാകട്ടോ. ആ മുറിയിൽ ചെന്നപ്പോൾ തുണികൾ, ആ മകൻ അടുത്ത ആളി കല്യാണം കഴിച്ചോളൂ. 42 വയസ്സായപ്പോൾ ഒരു മെക്സിക്കോക്കാരിയെ കല്യാണം കഴിച്ച് വേറെ അവിടെ താമസിക്കുന്നത്. നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. അവൻ്റെ വഴിക്കാണ്. ഞാൻ ആ മുറിക്കകത്ത് നോക്കി. കോളാക്കുപ്പികൾ, അത് ഇത് 40 മദ്യക്കുപ്പികൾ പൊട്ടിക്കാത്തത് ആ മേശപ്പുറത്തും പായ്ക്കറ്റിനകത്ത് ഇട്ടിരിപ്പുണ്ട്. 40 ഫുൾ ബോട്ടിൽ മദ്യക്കുപ്പികൾ, വ്യത്യസ്തമായ മദ്യങ്ങൾ. മകൻ ഭയങ്കര മദ്യപാനിയാണ്. ആ മുറിക്കകത്ത് നിൽക്കാനിടയാണ്. മൊത്തം മുറി നിറഞ്ഞ വേസ്റ്റാണ്. ഇതുപോലെ വീട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൻ കണ്ണുനീരോടെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഇങ്ങനെയുണ്ട് കുടുംബങ്ങൾ. ഇങ്ങനെയും ജീവിക്കുന്ന ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. ആ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു വിശ്വാസമില്ല. അന്യ ദൈവത്തിലാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു വന്നേ ഉള്ളൂ. ആ പാവം മനുഷ്യൻ സ്വർഗത്തിൽ പോറപ്പാണ്. അതുപോലെ സഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമ്പത്തും സമൃദ്ധിയും അത് അനുഭവിക്കാനുള്ള കഴിവ് നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ അവസ്ഥയെ മാനിക്കുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അവൻ പര്യാകുലനാകാനും എന്നല്ല. കാരണം ദൈവം അവൻ്റെ ദിനങ്ങൾ സന്തോഷഭരിതമാക്കിയിരിക്കുന്നു. അപ്പം നമ്മുടെ കുടുംബത്തിൽ സന്തോഷം വേണം, നല്ല ഭക്ഷണം വേണം, നല്ല മക്കൾക്കുള്ള നല്ല ഡ്രസ്സ് വേണം, ന്യായമായ എല്ലാ ജീവിത സൗകര്യവും നമുക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചാൽ ഇതൊക്കെ ദൈവം നമുക്ക് തരും. അല്ലാതെ കിട്ടുന്നത് ദൂർത്തടിച്ച് തോന്നിവാസം ജീവിക്കുന്നതല്ല ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത്. എന്നിട്ട് മക്കൾ ദാരിദ്ര്യത്തിൽ, പഠിക്കാൻ പൈസ അല്ല, ജോലിക്ക് പൈസ ഒന്നുമില്ല, ഇങ്ങനെ നശിച്ച് തകർന്നു പോയി എത്രയോ കുടുംബങ്ങളാണ് തീർന്നു പോയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് നിങ്ങൾ നോക്കിയേ. നമ്മുടെ പല ക്രൈസ്തവ കുടുംബങ്ങളുടെ അവസ്ഥ എന്താ? വളരെ കഷ്ടതയാണ്. ശരിയല്ലേ? അതെ. അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ഇനി നമ്മൾ വായിക്കുന്നു ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ജോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ തുടക്കം മുതലുള്ള വചനങ്ങൾ. ഊസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. ഊസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനും ആയിരുന്നു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു അവൻ. ജോബ് ഒരു ദാരിദ്ര്യവാസി ആയിരുന്നില്ല. പൗരസ്ത്യ ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 ജോഡി കാളകളും 500 പെൺകഴുതകളും എണ്ണമറ്റ ദാസന്മാരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഊസ് ദേശത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ജോബ്. ജോബിന് പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു. രോഗം വന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ അവിടെ കാണുന്നത്? വായിക്കുമ്പോൾ ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ധാരാളം മക്കളെയും കൊടുത്തു. 7 ആൺമക്കളും 3 പെൺമക്കളും. എല്ലാ സമ്പത്തും എല്ലാം ഇരട്ടിയായിട്ട് ജോബിന് കൊടുത്തു. 120 വയസ്സോ മറ്റോ ജോബ് ജീവിച്ച് അങ്ങനെയാണ് ജോബ് മരിക്കുന്നതായിട്ട് അവസാന അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മുഴുവൻ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്ത ദൈവം. ഹല്ലേലൂയ.